ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടി ഇനി റെസ്റ്റോറൻറ്റിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ ഒരു 4 മണിക്കൂർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള മസാല ഷവായ ചിക്കനാണ് കേട്ടോ. ഈ ഒരു ഷവായ ചിക്കൻ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന സമയം കുറച്ച് ഡ്രൈ ആയിട്ടില്ല ഉണ്ടാവുക. പക്ഷേ ഇത് നല്ല ജ്യൂസി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊറോട്ടൻ്റെ കൂടെയോ കുബൂസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. സൂപ്പർ തന്നെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 10 ചെറിയുള്ളി, 10 വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, കാശ്മീരി മുളക് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും, കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. ഒരു ഫുൾ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു മിക്സ് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് പുരട്ടിയിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മിക്സ് എത്തണം. ഇതാണ് ഇതിനുള്ള ഒരു മെയിൻ പണി കേട്ടോ. ഈ ഒരു ടൈം മാത്രമേ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് പുരട്ടിയതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 4 മണിക്കൂറിന് ശേഷം നമ്മൾ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നന്ന സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം ഒരു പാന് ചൂടാക്കി ലേശം എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അത്യാവശ്യം വെന്തതാണ്, നമുക്ക് എന്നാലും ഇതിനൊരു കളർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുന്നത്. ഒന്ന് പൊരിഞ്ഞ് വന്നാൽ ആ ചിക്കൻ മാറ്റി പാനിലേക്ക് കുക്കറിൽ വന്നിട്ടുള്ള ബാക്കി ഗ്രേവി കൂടി ഒഴിച്ച് ഇതൊന്ന് കുറുകി വരുന്നവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഗ്രേവി എടുത്തിട്ട് ചിക്കൻ്റെ മുകളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ നമ്മൾ ഈ ഗ്രേവിയൊക്കെ നല്ല ടൈറ്റായിട്ട് വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റി വെക്കാം. ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് മല്ലിയിലും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടാൽ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഷവായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.